സൈഡിലേക്ക് മാറി ഇത് കിഫ്ബി മുതൽ മുടക്കിലാണ്. മലയാളിയുടെ ചിരകാല സ്വപ്നം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി NH66 അത് മുടങ്ങിപ്പോയ പദ്ധതിയാണ്. മരണപ്പെട്ട പദ്ധതിക്ക് അത്ഭുതകരമാം വിധം ജീവൻ വെച്ചത് 2016 ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന് ഉടനെ തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായും നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു. മുടങ്ങിപ്പോയ പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമാക്കാനാകും എന്ന ചർച്ചയിൽ പ്രധാന അജണ്ടയായി വന്നു. പണം ഇനി തരാൻ സാധിക്കില്ല എന്ന നിലപാട് 2014 മുടങ്ങിപ്പോയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. പിന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ഈ കാണുന്ന പൊന്നാനി ഭാഗത്തും ഈ ഭാഗത്തും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ഇപ്പോ പ്രവൃത്തി വേഗത്തിൽ നടക്കുന്ന NH66 എന്ന പദ്ധതി വേണ്ടതില്ല എന്ന തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള ഒരു തീരുമാനമല്ല കൈക്കൊണ്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. 100, 200, 300 കോടിയല്ല, 5600 കോടി രൂപ ഈ സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ചെലവഴിച്ചു. പ്രിയപ്പെട്ടവര്, മലയാളിയുടെ ചിരകാല സ്വപ്നം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുടങ്ങിപ്പോയെന്ന് കരുതിയ പദ്ധതി 2025 ഡിസംബറോടുകൂടി കേരളത്തിൽ യാഥാർത്ഥ്യമാകും എന്ന വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മാസവും ഞങ്ങൾ അതിന്റെ യോഗം ദേശീയപാത